നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് വരാൻ പോകുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം ഏറെ പുണ്യം നൽകുന്ന ദിനമാണ് ഏകാദശി ദിനം. ഈ ദിനം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. വർഷത്തിൽ പല ഏകാദശികളും വരുന്നുണ്ട്. ഓരോ ഏകാദശികളും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. അത്തരത്തില് ശ്രാവണ മാസത്തിൽ വരുന്ന ഒരു ഏകാദശിയാണ് ശ്രാവണ പുത്രത ഏകാദശി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രാവണ മാസത്തിലെ പുത്രത ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വ്രതകഥയും അതേപോലെ തന്നെ അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അന്നേ ദിവസം ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ പുത്രത ഏകാദശി തിഥിയുടെ സമയങ്ങളൊന്ന് നോക്കാം. പുത്രത ഏകാദശി തിഥി വരുന്നത് 2025 ഓഗസ്റ്റ് മാസം 4-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11:41 മുതൽ 2025 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 1:12 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടെ ചേർന്ന് വരുന്ന പുണ്യമായ ദിവസം 2025 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഏകാദശി ആചരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇതിനോടകം സംശയം ചോദിച്ച കാര്യമാണ് ഏകാദശി വരുന്നത് 4-ാം തീയതിയാണോ 5-ാം തീയതിയാണോ എന്നുള്ളത്. ഏകാദശി 5-ാം തീയതിയാണ് ആചരിക്കേണ്ടത്. അപ്പൊ ഇനി ആർക്കും ആ ഒരു കാര്യത്തിൽ സംശയം വേണ്ട. പാരണ സമയം വരുന്നത് ഓഗസ്റ്റ് 6-ാം തീയതി രാവിലെ 6:20 മുതൽ 8:49 വരെയാണ്. ഹരിവാസര സമാപനം ഓഗസ്റ്റ് 5 രാത്രി 7:26 ദ്വാദശി സമാപനം വരുന്നത് ഓഗസ്റ്റ് 6 ഉച്ചയ്ക്ക് 2:08 എല്ലാ ഏകാദശികളെയും പോലെ ശ്രാവണപുത്രത ഏകാദശിയും ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു. ഈ ഏകാദശി വ്രതം ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് ആചരിക്കുന്നത് പുത്രഭാഗ്യം ലഭിക്കാൻ വേണ്ടിയാണ്. വിഷ്ണുവിന്റെ അനുയായികളായ വൈഷ്ണവർക്ക് ഈ ദിവസം പ്രത്യേകിച്ചും ശുഭകരമാണ്. പുത്രത എന്ന വാക്കിന്റെ അർത്ഥം പുത്രന്മാരെ നൽകുന്നവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ശ്രാവണ മാസത്തിലെ പുത്രത ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആൺകുട്ടിയെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഏകാദശിയുടെ വ്രതകഥ അറിഞ്ഞിരിക്കണം. ഈ കഥ കേൾക്കുന്നത് പോലും പുണ്യകരമാണ് എന്നാണ് പറയുന്നത്. പത്മപുരാണം അനുസരിച്ച് പുത്രത ഏകാദശി വ്രതകഥ ഇങ്ങനെയാണ്. പുരാതന കാലത്ത് സദ്വൃത്തനായ രാജാവായ ധർമ്മരാജ യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദൈവമേ, ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ കഥ ഇപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ. ദയവായി അതിന്റെ പേരും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും വ്യക്തമാക്കൂ. മഹാനായ മധുസൂദനൻ മറുപടി പറഞ്ഞു: അല്ലയോ രാജാവേ, ഇനി ശാന്തതയോടെ ശ്രാവണ മാസത്തിലെ ശോഭയുള്ള 2 ആഴ്ചയിൽ വരുന്ന ഏകാദശിയുടെ കഥ ഞാൻ അങ്ങയോട് പറയാം. ഈ കഥ കേട്ടാൽ തന്നെ വാജപേയ യജ്ഞത്തിന്റെ ഫലം ലഭിക്കും. ദ്വാപരയുഗത്തിന്റെ തുടക്കത്തിൽ മഹിജിത്ത് എന്ന നീതിമാനായ രാജാവ് ഭരിച്ചിരുന്ന മഹിഷ്മതി എന്നൊരു നഗരമുണ്ടായിരുന്നു. സദ്വൃത്തനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. സന്താനങ്ങളില്ലാത്ത ഒരാൾക്ക് ഇഹലോകത്തോ പരലോകത്തോ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല എന്നതിനാൽ തന്റെ ഭരണം ദുഃഖം നിറഞ്ഞതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചതിനാൽ അദ്ദേഹം എപ്പോഴും ആശങ്കയിൽ വസിച്ചു. ഒരു മകനെ ലഭിക്കാൻ രാജാവ് അക്ഷീണം പരിശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാ ശ്രമങ്ങളും വെറുതെയായി. പ്രായമാകും തോറും അദ്ദേഹത്തിന്റെ ദുരിതം വർദ്ധിച്ചു. ഒരു ദിവസം തന്റെ പ്രജകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. എന്റെ പ്രജകളിൽ നിന്ന് ഞാൻ അന്യായമായി സമ്പത്ത് സമ്പാദിച്ചിട്ടില്ല. ദേവന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും സമ്പത്ത് ഞാൻ പിടിച്ചെടുത്തിട്ടില്ല. ആരുടെയും അനന്തരാവകാശം ഞാൻ എടുത്തിട്ടില്ല. എന്റെ പ്രജകളെ പുത്രന്മാരെ പോലെ വളർത്തി തെറ്റ് ചെയ്തവരെ എന്റെ സ്വന്തം ബന്ധുക്കളെ പോലെ ശിക്ഷിച്ചു. ഞാൻ ആരോടും ഒരിക്കലും വെറുപ്പോ വിദ്വേഷമോ പുലർത്തിയിട്ടില്ല. എല്ലാവരെയും തുല്യരായി കണ്ടിട്ടുണ്ട്.
നീതിയോടെ വാഴുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ വലിയ ദുഃഖം അനുഭവിക്കുന്നു. എന്റെ കഷ്ടപ്പാടിന് പിന്നിലെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. മഹിജിത്ത് രാജാവിന്റെ മന്ത്രിമാരും ഉപദേഷ്ടാക്കളും ഉപദേശം തേടി ഒരു വനത്തിലേക്ക് പിൻവാങ്ങി. അവിടെ അവർ മഹാന്മാരായ ഋഷിമാരെയും ജ്ഞാനികളെയും കണ്ടുമുട്ടി. അവരിൽ പുണ്യമാർഗങ്ങളിലും വേദങ്ങളിലും പ്രാവീണ്യമുള്ള ആദരണീയനായ മുനി ലോമാശയും ഉണ്ടായിരുന്നു. സഭ അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ മുമ്പാകെ ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, അല്ലയോ മഹർഷി, നിങ്ങളുടെ ദർശനം ലഭിച്ചതിൽ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. ഞങ്ങളുടെ വിഷമാവസ്ഥയെക്കുറിച്ച് ഞങ്ങളെ ബോധവൽക്കരിക്കുക. ബ്രാഹ്മണരെ, നിങ്ങളുടെ എളിമയും സദ്ഗുണപൂർണമായ പെരുമാറ്റവും എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളുടെ സന്ദർശനത്തിന്റെ കാരണം എനിക്ക് വെളിപ്പെടുത്തൂ. എന്റെ കഴിവിനനുസരിച്ച് ഞാൻ തീർച്ചയായും ഒരു പരിഹാരം വാഗ്ദാനം ചെയ്യും. കാരണം നമ്മുടെ ശരീരം മറ്റുള്ളവരെ സേവിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ യാതൊരു സംശയവുമില്ല എന്ന് ലോമശ മുനി പ്രതികരിച്ചു. മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പരിഹാരം കണ്ടെത്തുമെന്ന ഉറപ്പോടെ ആ പുരുഷന്മാർ പുഞ്ചിരിച്ചു. അവർ മറുപടി പറഞ്ഞു, ഞങ്ങളുടെ പ്രതിസന്ധി മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളുടെ മാർഗനിർദ്ദേശം ആത്മാർത്ഥമായി തേടുന്നു. മഹിജിത്ത് രാജാവിന്റെ പ്രജകളാണ് ഞങ്ങൾ. ഒരു സന്തതിയെ സൃഷ്ടിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അത് അദ്ദേഹത്തെ ഹൃദയത്തിൽ വേദനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കുചേരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അദ്ദേഹത്തിന്റെ കുട്ടികളില്ലാത്തതിന്റെ കാരണം ഞങ്ങൾക്കൊരു രഹസ്യമായി തുടരുന്നു. നിങ്ങളെ കണ്ടുമുട്ടിയത് മുതൽ ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ഉടൻ പരിഹാരം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളുടെ രാജാവിന് ഒരു മകനെ അനുഗ്രഹിക്കുന്നതിനുള്ള പ്രതിവിധിയെക്കുറിച്ച് ദയവായി ഞങ്ങളെ ബോധവൽക്കരിക്കുക. അവരുടെ വാക്കുകൾ കേട്ടതിനു ശേഷം ലോമാശ മുനി കണ്ണുകൾ അടച്ച് രാജാവിന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു. ബ്രാഹ്മണരെ, മുൻജന്മത്തിൽ ഈ രാജാവ് വളരെ ദരിദ്രനും ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെട്ടവനുമായിരുന്നു. അവൻ ഗ്രാമങ്ങൾ തോറും അലഞ്ഞു നടന്ന് ഉപദ്രവങ്ങൾ വരുത്തുമായിരുന്നു. ജ്യേഷ്ഠമാസത്തിലെ ഒരു പ്രത്യേക ദ്വാദശി ദിനത്തിൽ അവൻ ഒരു ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയി. കഴിഞ്ഞ ദിവസം കഴിക്കാൻ ഒന്നുമില്ലാത്തതിനാൽ അയാൾക്ക് വിശന്നു. ആ നിമിഷം ദാഹിച്ചും ഗർഭിണിയുമായ ഒരു പശു വെള്ളം തേടി അവിടെ ഉണ്ടായിരുന്നു. രാജാവ് സ്വന്തം ദാഹം ശമിപ്പിക്കാൻ പശുവിനെ തള്ളി മാറ്റി. അവന്റെ ക്രൂരമായ പ്രവൃത്തി ഒരു പശുക്കുട്ടിയെ അതിന്റെ അമ്മയിൽ നിന്ന് വേർപെടുത്തി. ഈ പാപമാണ് അവന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടിന് കാരണം. ഏകാദശി ദിനത്തിൽ അറിയാതെയാണെങ്കിലും അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചതിനാൽ അദ്ദേഹം രാജകുടുംബത്തിൽ ജനിച്ച് രാജാവായി. ശ്രാവണ മാസത്തിലെ ശോഭയുള്ള ഏകാദശി ആചരണം അദ്ദേഹത്തിന്റെ മുൻജന്മത്തിലെ പാപങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പരിഹാരമായി വർത്തിക്കും. നിങ്ങൾ എല്ലാവരും ഈ ഉപവാസം അനുഷ്ഠിച്ചാൽ രാത്രി ജാഗരണവും, അതായത് ഉറക്കമൊഴിച്ച് ദ്വാദശി ദിനത്തിൽ രാജാവിന് വ്രതത്തിന്റെ പുണ്യവും നൽകുക. അപ്പോൾ അവന് ഒരു പുത്രൻ ഉണ്ടാകും. ലോമശ ഋഷിയുടെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മന്ത്രിമാരും മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മതയോടെ പാലിച്ചു. ആചരണത്തിന് ശേഷം അവർ തങ്ങളുടെ ഉപവാസത്തിന്റെ പുണ്യം രാജാവായ മഹിജിത്തിന് സമർപ്പിച്ചു. തൽഫലമായി രാജ്ഞി ഗർഭം ധരിച്ചു. 9 മാസങ്ങൾക്ക് ശേഷം തേജസ്സും സദ്ഗുണവുമുള്ള ഒരു മകനെ പ്രസവിച്ചു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങനെ ഈ ഏകാദശി പുത്രത ഏകാദശി എന്നറിയപ്പെട്ടു. വിലയേറിയ രത്നതുല്യമായ ഒരു പുത്രനെ ആഗ്രഹിക്കുന്നവർ എല്ലാവിധ ആചാരങ്ങളോടും കൂടി ഈ ഏകാദശിയെ ശ്രദ്ധയോടെ ആചരിക്കണം. ഈ ഏകാദശി ആചരണം ഇഹലോകത്ത് സന്തോഷവും പരലോകത്ത് സ്വർഗവും നൽകുന്നു. അപ്പോ ഇതാണ് പുത്രത ഏകാദശിക്കു പിന്നിലെ വ്രതകഥ. ഇനി ഏകാദശി വ്രതത്തെ കുറിച്ച് പറയുന്ന സമയത്ത് വ്രതമനുഷ്ഠിക്കേണ്ട രീതി ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് വീഡിയോസിൽ വ്രതമനുഷ്ഠിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ശ്രാവണ പുത്രത ഏകാദശിയിലെ ആചാരങ്ങളൊന്ന് നോക്കാം. ശ്രാവണ പുത്രത ഏകാദശി ദിനത്തില് ഉപവാസമാണ് പ്രധാന ആചാരം. ആൺകുട്ടിക്കായി ആഗ്രഹിക്കുന്ന പങ്കാളികൾ ഇരുവരും ഈ വ്രതം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. ചില ദമ്പതികൾ കഠിന ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ ചിലർ ഭാഗികമായി ഉപവാസം അനുഷ്ഠിക്കുന്നു. ശ്രാവണ പുത്രത ഏകാദശി ദിനത്തില് ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങൾ, അരി, ഉള്ളി, വെളുത്തുള്ളി, മാംസാഹാരം എന്നിവ കഴിക്കരുത്. ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
ഇനി ഉപവാസം അനുഷ്ഠിക്കുന്നവരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ മാത്രം വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുക. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വ്രതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിനെ പൂർണ്ണ ഭക്തിയോടെയും ഉത്സാഹത്തോടെയും ആരാധിക്കുന്നു. വിഷ്ണുവിന്റെ വിഗ്രഹം ആരാധനാ സ്ഥലത്ത് വയ്ക്കുകയും പഞ്ചാമൃതം അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. ഭക്തർ പുഷ്പങ്ങൾ, പഴങ്ങൾ, മറ്റ് പൂജാവസ്തുക്കൾ എന്നിവ ഭഗവാന് സമർപ്പിക്കുന്നു. സാധിക്കുന്ന സമയങ്ങളിലൊക്കെയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. ഭഗവാനെ സ്തുതിക്കുക. ഭക്തിഗാനങ്ങളായാലും അതുപോലെ തന്നെ നാമജപങ്ങളായാലും ഒക്കെയും നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ മക്കൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ മക്കളുടെ ഭാഗ്യത്തിന് വേണ്ടി, മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നല്ല സന്താനങ്ങളെ ലഭിക്കാൻ വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു ഏകാദശി വ്രതമാണ് പുത്രദ ഏകാദശി വ്രതം. അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഈ ഒരു വ്രതം ഒന്ന് അനുഷ്ഠിക്കുക. ഇനി രണ്ടുപേർക്കും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഈ ഒരു വ്രതം ഒന്ന് അനുഷ്ഠിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.